ഹലോ, പത്തരമാറ്റിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനന്തപുരിയാണ് കാണിക്കുന്നത്. ദേവയാനി നല്ല സന്തോഷത്തോടെ ഇങ്ങനെ സോഫയിലൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഒരു കാറിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അതിൽ നിന്നും അനാമിക ഇറങ്ങി വരുന്നുണ്ട്. അവളെ കണ്ടതും ദേവയാനി ഒന്ന് ഷോക്കാവുന്നുണ്ട്. ദൈവമേ, ഇനി നയന വന്നതിനെപ്പറ്റി ഇവൾ എന്താ ഇപ്പോൾ പറയുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഏതായാലും അനാമികയെ കണ്ടതും ദേവയാനി ചോദിക്കുന്നുണ്ട്, ആ മോള് വന്നോ? അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ആ അവളുമാർ രണ്ടാളും ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ വന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതെന്തൊരു വാശിയാ വല്യമ്മേ, അവൾക്കും അവളുടെ വീട്ടുകാർക്കുമൊക്കെ. ഇവിടെ നിന്ന് ആൾക്കാർ പോയി വിളിക്കുമെന്ന് അവർക്കൊക്കെ അറിയാം. അതാ ഇങ്ങനെ വാശി പിടിക്കുന്നത്. അത് ഒരു കാരണവശാലും അനുവദിച്ച് കൊടുക്കരുത് വല്യമ്മേ. അന്നേരം ദേവയാനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ കൊച്ചിനോട് ഇനി എന്താ ഞാൻ പറയുക. പിന്നെയും അനാമിക പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ പോയാൽ ആരെങ്കിലും എന്നെ കൂട്ടാൻ വരുന്നുണ്ടോ? അനി പോലും വരുന്നുണ്ടെങ്കിൽ ആരെങ്കിലും നിർബന്ധിച്ചിട്ടായിരിക്കും. അതിലിടക്ക് ദേവയാനി ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, നീ എന്താ നവ്യയുടെ ചടങ്ങിന് വരാതിരുന്നത്? എന്തിനാ വരുന്നത്? നവ്യ എന്ന് പറയുന്നവൾ ഭൂലോക ഫ്രോഡാണ്. അവളുടെ വായിൽ നിന്ന് വരുന്നതിന് സാധാരണ മറുപടി ഒന്നും കൊടുത്താൽ പോരാ. ആ നിലവാരത്തിലേക്ക് താഴാൻ വയ്യ, അതുകൊണ്ടാണ് വരാത്തത്. അഭിയേട്ടനും അപ്പച്ചിക്കും അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതുപോലെ തന്നെ നയനയെ വല്യമ്മക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് അവളുമാർ രണ്ടുപേരും അവരുടെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ അതേപ്പറ്റി ചോദിച്ചാൽ. അന്നേരം അനാമിക പറയുന്നുണ്ട്, ഈ നാട്ടുകാരും ബന്ധുക്കളെയൊക്കെ ഭയന്നിട്ട് അവളുമാരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് വരരുത് വല്യമ്മേ. അന്നേരം ദേവയാനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവൾ അവരെയൊക്കെ വേർപിരിക്കാനാണല്ലോ ശ്രമിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് നമ്മുടെ ദേവയാനി. അപ്പോഴേക്കും അനാമിക ചോദിക്കുന്നുണ്ട്, എന്താ വല്യമ്മ ഇങ്ങനെ ചിന്തിക്കുന്നത്? എനിക്ക് മനസ്സിലായി, അവൾ പോയപ്പോഴേക്കും ഈ വീട് ഒരു മരണ വീട് പോലെയായിരിക്കും. വല്യമ്മയുടെ മോൻ ഇപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കുന്നുണ്ടാകില്ല അല്ലേ? പിന്നെ മറ്റുള്ളവരുടെ കാര്യമൊന്നും പറയേണ്ടതില്ലല്ലോ. അതൊക്കെ അറിഞ്ഞിരുന്നുകൊണ്ട് അവളും അവളുടെ വീട്ടുകാരും ബ്ലാക്ക്മെയിൽ ചെയ്യുകയാ. പിന്നെ വല്യമ്മ, ഞാൻ ചടങ്ങിന് വരാത്തത് എന്താണെന്ന് ചോദിച്ചില്ലേ? ഞാൻ വന്നില്ലെങ്കിലും ആ ചിക്കൻ ബോക്സ് പിടിച്ച അവൾ മനഃപൂർവ്വം ഇവിടെ ഇടിച്ചു കയറി വന്നിരുന്നില്ലേ? അപ്പോൾ പെട്ടെന്ന് ദേവയാനി പറഞ്ഞു, നന്ദുമോളോ? അവൾ വന്നിരുന്നു. അപ്പോൾ അനാമിക പറയും, നന്ദുമോളോ? അതെപ്പോഴാണ് വല്യമ്മക്ക് അവൾ നന്ദുമോളായത്? അന്നേരം ദേവയാനി പറയുന്നുണ്ട്, അത് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ മോളെ. ആ സമയം അനാമിക ചോദിക്കുന്നുണ്ട്, ഇനി അവരെയൊക്കെ വല്യമ്മ സ്നേഹിച്ചു തുടങ്ങിയോ? അന്നേരം ദേവയാനി പറയുന്നുണ്ട്, അനാമിക മോൾക്ക് ഇഷ്ടമില്ലാതെ നന്ദു ഇവിടെ വന്നതിൽ എനിക്ക് നല്ല നീരസമുണ്ടായിരുന്നു. പിന്നെ അവളുടെ ചേച്ചിയുടെ ചടങ്ങിന് വരരുത് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, വരണ്ട എന്ന് തന്നെ പറയണം വല്യമ്മേ. അവൾ ആ ചടങ്ങിന് പങ്കെടുക്കാനൊന്നും വന്നതല്ല, എൻ്റെ ഭർത്താവിനെ കാണാൻ വന്നതാണ്. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, മോള് കുറച്ചുകൂടി അനിയുമായിട്ട് ഇടപഴകി ജീവിക്കാൻ നോക്കണം. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കുറച്ച് മുൻപ് വരെ, എന്നിട്ട് അനി എന്നെ വിളിച്ചിട്ടില്ല. അവന് എന്നെപ്പറ്റി ഒന്നും അറിയണ്ട. പിന്നെ എങ്ങനെയാ വല്യമ്മ അവനുമായിട്ട് ഇടപഴകി ജീവിക്കുന്നത്? ഇങ്ങനെ ഒരു കല്യാണം നടന്നുപോയി, അതിൻ്റെ പേരിൽ വല്ലാതെ വിഷമിക്കുന്നുണ്ട് ഞാനും എൻ്റെ വീട്ടുകാരുമൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടുകാരെ തല്ലി ചതിക്കുന്നുണ്ട്. അതിൻ്റെ പിറകിൽ ആറ്റതെന്നൊക്കെ എനിക്കറിയാം. ആ നന്ദുവും അവളുടെ കൂട്ടുകാരും അവരെ കൊല്ലണം എന്നിങ്ങനെയൊക്കെ മന്ത്രിച്ചുകൊണ്ട് അവളുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ദേവയാനി ചിന്തിക്കുന്നുണ്ട്, ഇനി നയനെ കണ്ടാൽ ഇവൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? പിന്നെ കാണിക്കുന്നത് അനിയെയാണ്. അപ്പോഴേക്കും അനാമിക അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അനാമികയെ കണ്ടത് അനി ചോദിക്കുന്നുണ്ട്, ഓ നീ വന്നോ? അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അവർ രണ്ടാളും ഇവിടുന്ന് പോയല്ലോ, ഇനി കുറച്ചിവിടെ സ്വസ്ഥമായി ജീവിക്കാമല്ലോ. അപ്പോൾ അനി ചിന്തിക്കുന്നുണ്ട്, നയനടുത്ത് വന്നതൊന്നും ഇവൾ അറിഞ്ഞിട്ടില്ല, ഏതായാലും ഇപ്പോൾ പറയുകയൊന്നും വേണ്ട എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, നീ എന്താ ചിന്തിക്കുന്നത്? ഇനി ഈ നാശം വന്നല്ലോ എന്നായിരിക്കും നീ ചിന്തിക്കുന്നത്. നിനക്കത് അറിയാമെങ്കിൽ നീ എന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അനി. പിന്നെ കാണിക്കുന്നത് പെട്ടെന്ന് അനാമികയും നയനും പരസ്പരം കണ്ടുമുട്ടുന്നതാണ് കാണിക്കുന്നത്. ഏതായാലും അനാമിക വല്ലാതെ ഞെട്ടുന്നുണ്ട്. കാരണം നയന അവളുടെ വീട്ടിലാണെന്നായിരുന്നല്ലോ അനാമികയുടെ വിചാരം. അതുകൊണ്ട് തന്നെ വിശ്വസിക്കാനാകാതെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നുണ്ട്. അത് കണ്ടിട്ട് നയന ചോദിക്കുന്നുണ്ട്, നീ എന്താ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, നീ എപ്പോൾ വന്നു? അപ്പോൾ നയന പറയുന്നുണ്ട്, എന്നെ എൻ്റെ അമ്മ വിളിക്കാൻ വന്നു. അപ്പോൾ അമ്മയുടെ കൂടെ ഞാൻ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ അനാമിക മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഈ വല്യമ്മ എന്ത് പണിയാണ് കാണിച്ചത്? എന്നിട്ട് ഒന്നും പറയാതെ എന്നോട് മിണ്ടാതെ നിന്നു.
പിന്നെ അനാമിക പറയുന്നുണ്ട്, ആദർശേട്ടന് നിന്നോടുള്ള സ്നേഹം അത് നിനക്കിപ്പോൾ ഒരു ഗുണമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഓരോ ഡിമാൻഡും വയ്ക്കുന്നതല്ലേ. അപ്പോൾ നയന പറയുന്നുണ്ട്, അതെ, അതിൽ നിനക്കെന്താ, നീ അനിയെ അതുപോലെ നന്നായി സ്നേഹിക്കാൻ നോക്ക്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അതിന് നീയും നിൻ്റെ മറ്റവളും സമ്മതിക്കില്ലല്ലോ. പിന്നെ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. പിന്നെ നയന പറയുന്നുണ്ട്, അനി വളരെ നല്ല പയ്യനാണ്. ഒരു ഇത്തിരി സ്നേഹം കൊടുത്താൽ അവനത് ഇരട്ടിയായി തിരിച്ചു തരും. എന്നാൽ അതുപോലും ചെയ്യാൻ നീ മനസ്സ് കാണിക്കുന്നില്ല. അത് നിൻ്റെ പരാജയമാണ്, നിൻ്റെ മാത്രം പരാജയം എന്നും പറഞ്ഞ് നയന പോകുന്നുണ്ട്. പിന്നെ അനാമിക ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ട്, ഇവൾ വന്നിരിക്കുകയാണ് മറ്റുള്ളവരുടെ ജീവൻ എടുക്കാൻ. പിന്നെ കാണിക്കുന്നത് ജാനകിയും ജലജയെയുമാണ്. ഇവിടെ എന്തൊക്കെയോ മറിമായ നടക്കുന്നുണ്ട് ജാനകി എന്ന് പറയുന്നുണ്ട് ജലജ. അല്ലെങ്കിൽ ഈ രീതിയിൽ ഏട്ടത്തി പോയി അവളെ വിളിച്ചു കൊണ്ടുവരുമോ? എൻ്റെ മോൻ തല്ലിപ്പൊളിയാ, പക്ഷേ നിൻ്റെ മോൻ അതുപോലെയല്ലല്ലോ ജാനകി. എന്നിട്ടും അവൻ്റെ ദാമ്പത്യ ജീവിതം നല്ല രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതൊന്നും ശരിയാക്കാൻ ഈ വീട്ടിലെ ആൾക്കാർക്ക് സമയമില്ല. എന്നാൽ നയന ഇവിടെ ഇല്ലെങ്കിൽ ആർക്കും ഉറക്കം പോലും വരില്ല. അവളെ കൂട്ടിക്കൊണ്ടുവരാനും എല്ലാത്തിനും എല്ലാം നല്ല സമയമുണ്ട്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അവൾ മൊത്തത്തിൽ എല്ലാവരെയും ഉറക്കിക്കെടുത്തുവെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ പലതും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അനാമിക വരുന്നുണ്ട്. നയന വന്നതിൻ്റെ കലിപ്പിലാണ് നമ്മുടെ അനാമിക. ഏതായാലും 3 പേരും നയന വന്നതിലുള്ള വിദ്വേഷം ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് പ്രകടിപ്പിക്കുന്നുണ്ട്. പിന്നെ ജലജ പറയുന്നുണ്ട്, മിക്കവാറും ഏട്ടത്തിയും നയനയും ഒന്നാകും. നമ്മളെല്ലാവരും ഈ വീട്ടിലൊരു അധികപ്പറ്റാവുകയും ചെയ്യും. ഇതിൻ്റെ ഒക്കെ അവസാനം അതാ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നോക്കിയും കണ്ടുമൊക്കെ നിന്നാൽ നമുക്ക് കൊള്ളാം എന്നും പറഞ്ഞ് ജലജ പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ്. ദേവയാനി ആദർശിന് നയനയ്ക്ക് വേണ്ടിയുള്ള ഭക്ഷണമൊക്കെ ടിഫിൻ കരിയറിലാക്കി അവർക്ക് കൊടുക്കുന്നുണ്ട്. അതിലിടക്ക് നയനയെ കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ദേവയാനി, ഇത് ഞാൻ 2ാമത്തെ തവണയാണ് ഇവളെ വിളിച്ചു കൊണ്ടുവരാൻ പോയത്. അതുകൊണ്ട് ഇനി ഇവൾ പല ഡിമാൻഡുകളും വെക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നിൻ്റെ തലയിൽ കയറി ഇരുന്ന് നിൽക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് ആദർശിനോട് പറയും. അതൊക്കെ നോക്കിയും കണ്ടും വേണം ഇനി മുന്നോട്ട് പോകാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മ എന്തിനാ അവളെ പോയി വിളിച്ചത്? എനിക്കൊരു പ്രശ്നവുമില്ലായിരുന്നു. എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ അവിടെ പോകാമല്ലോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നിനക്ക് പോകാം, പക്ഷേ നിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും അച്ഛനുമൊക്കെ അവിടെ പോയി കാണാൻ പറ്റുമോ? ഇവളെ കാണാതിരിക്കാൻ അവർക്കാർക്കും കഴിയില്ല. അങ്ങനെ സംഭവിക്കാൻ ഇവൾ എന്ത് ദുർമന്ത്രവാദമാണ് ചെയ്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ശരി, എന്നാൽ പിന്നെ നിങ്ങൾ ചെല്ല്, സമയം കളയണ്ട. എന്നിട്ട് പോകുമ്പോൾ നയനയും ദേവയാനിയും ചിരിച്ചുകൊണ്ട് ആദർശ കാണാതെ ടാറ്റയൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനാമികയാണ്. അനാമിക ഭയങ്കര ദേഷ്യത്തിലിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ദേവയാനി വരുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, നയനമോൾ വന്നതിൽ ദേഷ്യപ്പെട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. മോളേന്ന് വിളിച്ച് അടുത്തേക്ക് പോകുന്നുണ്ട് ദേവയാനി. അപ്പോൾ ദേഷ്യത്തോടെ എണീറ്റ് അനാമിക ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, വല്യമ്മ ഈ കളിക്കുന്നതൊക്കെ നാടകമാണ്. വല്യമ്മയുടെ മരുമകളെ വലിയ ഇഷ്ടമാണ്. അവൾ വന്ന കാര്യം പോലും നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഞാൻ ഇവിടുത്തെ അവസ്ഥയെ ഓർത്താ മോളെ അവളെ കൂട്ടിക്കൊണ്ട് വന്നത്. അത് പോട്ടെ മോളെ, നീ അതൊരു വിഷയമാക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി. അനാമിക പറയുന്നുണ്ട്, അവളുടെ ചേച്ചി എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി പറയും. എന്നാൽ ഓരോന്നും മനസ്സിൽ വെച്ച് അവസരം വരുമ്പോൾ തിരിച്ചു കുത്തും വല്യമ്മയുടെ മരുമോള്. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, നീ എന്തിനാ വല്യമ്മയുടെ മരുമോള് എന്ന് പറയുന്നത്? ഞാൻ അവൾക്ക് ആ സ്ഥാനമൊന്നും കൊടുത്തിട്ടില്ല. അതൊക്കെ വല്യമ്മ വെറുതെ പറയുന്നതാണ്. എന്നിട്ടാണ് അവളെ പോയി വിളിച്ചു കൊണ്ടുവന്നത്. അന്നേരം ദേവേനി പറയുന്നുണ്ട്, മോളെ അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ അനാമിക പറയുന്നുണ്ട്, അവൾ ഒരുത്തി കാരണമാണ് ഞാനും അനിയും തമ്മിൽ വഴക്കടിക്കുന്നത്. ചടങ്ങിൻ്റെ അന്ന് അവൾ വിളിച്ചു വരുത്തിയതായിരിക്കും ആ നന്ദുവിനെ, ഞാനും അനിയും തമ്മിൽ തെറ്റിപ്പിരിയാൻ വേണ്ടി. ഇപ്പോൾ തന്നെ അടുക്കളയിലെ എല്ലാ കാര്യം വല്യമ്മയല്ലേ നോക്കുന്നത്. ഇപ്പോൾ തന്നെ കമ്പനിയിൽ ആദർശേട്ടൻ്റെ ഒപ്പം തന്നെയാണ് അവളുടെ സ്ഥാനവും. കുറച്ച് കഴിഞ്ഞാൽ ഈ തറവാട് തന്നെ അവളുടെ പേരിലായിരിക്കും അറിയപ്പെടുന്നത്. അങ്ങനെയായാൽ വല്യമ്മയ്ക്കൊന്നും പിന്നെ ഒരു സ്ഥാനവും ഉണ്ടാകില്ല. അവൾ വല്യമ്മയെ ഒരു മൂലക്കിലാക്കി ഒതുക്കി നിർത്തിക്കളയും എന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. അപ്പോൾ ദേവേനി ഞാൻ മനസ്സിൽ പറയുന്നുണ്ട്, എടി എൻ്റെ മരുമകൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതും കാണിച്ചുകൊണ്ട് എപ്പിസോഡിൻ്റെ കഥ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.